പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ആഗസ്റ്റ് 9 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കുർബാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് എന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ,
നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവർ, വിദേശ യാത്ര ചെയ്യുന്നവർ, കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ കൂടി ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. രാമപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി പരിഗണിക്കുന്നത് ഉടമ്പടി മൂലം നമ്മൾ കൈവരിച്ച വിശ്വസ്തത, ആത്മബന്ധം, ഇതൊക്കെയാണ് ഉടമ്പടി നമ്മളെ ദൈവം ഓർക്കാൻ ഇടയാക്കണത്. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പഴയ നിയമമല്ലേ. കീർത്തനം 74:20 അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ. അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ. പഴയത് ദൈവം ഇങ്ങോട്ട് വന്ന് എടുത്ത ഉടമ്പടിയായത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടത്. ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഉടമ്പടി അനുസ്മരിക്കണമേ എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങോട്ട് എടുത്തിരിക്കുന്ന ഉടമ്പടിയാണ്. അപ്പോൾ അത് അനുസ്മരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടി നമുക്ക് നൽകുന്ന ആത്മീയമായ ഒരു ജീവിതമുണ്ട്, ഒരു ദൈവത്തോടൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ അത് ദൈവത്തിന് പ്രൂവൻ ഫാക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇത് കാണുമ്പോൾ ദൈവത്തിന് തോന്നണം നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് നമ്മളെന്ന് തോന്നണം. എൻ്റെ മക്കളെ, ഏറ്റവും വലുത് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നണത്. കാരണം വെച്ചാൽ ഒരിക്കലും ദൈവം ഒരാൾ പരിശോധിച്ച് കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരാളെ വിശ്വസ്തനായിട്ട് കണ്ടെത്തിയാൽ പിന്നെ അവൻ്റെ വിശ്വസ്തയും വിശുദ്ധിയും ഒക്കെ ദൈവം തന്നെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. അവരെ ഈ മനുഷ്യൻ എന്ന രീതിയിൽ എന്തെങ്കിലും ചാബല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും അശ്രദ്ധയോ ഉണ്ടെങ്കിൽ ദൈവം അതിൽ വീഴിക്കാതെ ദൈവം കൊണ്ടുപോകും. അപ്പം അതാണ് എൻ്റെ പരിശുദ്ധനെന്ന് പറയണത്. എൻ്റെ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. ബൈബിളിലെ ഏറ്റവും രസകരമായ വാക്കാണ്. സങ്കീർത്തനങ്ങൾ 16:10. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കത്തില്ല. അപ്പോൾ നീ തകർന്നു പോകാനോ തരിപ്പണമാകാനോ ദൈവം അനുവദിക്കത്തില്ല. ആരാണ് നീ? ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അപ്പോൾ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉടമ്പടിയോട് വിശ്വസ്ത പാലിക്കുന്നവൻ. ഉടമ്പടി വിശ്വസ്ത പാലിക്കുന്നവൻ. നീ അവരെനിക്ക് കെണികൾ വെച്ചു, ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞു നോക്കി, ഇനി അറിയുന്നവരാരുമില്ലെന്ന് പറഞ്ഞില്ലേ? കെണികൾ വെക്കാൻ പോലും ദൈവം അനുവദിക്കത്തില്ല. ക്രിസ്തുവിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് വിക്കേരിയസ് സഫറിങ്സിൻ്റെ ഭാഗമായിട്ടുള്ള രോഗരക്ഷാർത്ഥമായിട്ടുള്ള അവിടുത്തെ പീഡകളിലൂടെ അവരുടെ മുറിവുകളിലൂടെ നമ്മുടെ പാപങ്ങൾ പരിഹാരം ഉണ്ടാകുന്ന ഒരു സുവിശേഷ റിഡംപ്റ്റീവ് പാക്കേജാണ്. അതല്ല ഞാൻ പറയണത്. മറിച്ച് നമ്മൾ തന്നെ കർത്താവിൻ്റെ വിശ്വസ്തനായി നിന്നാൽ വിശ്വസ്തന് വീഴ്ചയില്ല. വീഴ്ച വന്നാൽ കർത്താവ് താങ്ങും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.